BJPന്റെ ഒരു അഖിലേന്ത്യാ നേതാവിനെ നിർത്തിയിട്ട് അയാളെ പാർട്ടിക്ക് സീറ്റാണ് കൊടുത്തു. എന്നിട്ട് കോൺഗ്രസും ലീഗും ഔദ്യോഗികമായിട്ട് പിന്തുണയ്ക്കുക. ഇതിലും വലിയ അക്രമം വേറെന്താ? ഒരു സ്വതന്ത്രനെ നിർത്തി സ്വകാര്യമായിട്ട് പിന്തുണച്ചാൽ നമുക്ക് മനസ്സിലാവും. മാധവൻകുട്ടി എന്ന മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു BJPന്റെ അഖിലേന്ത്യാ നേതാക്കളിൽ ഒരാളാണ്. അയാളെയാണ് നിർത്തി. എന്നിട്ട് കോൺഗ്രസും ലീഗും പിന്തുണ, ലീഗ് BJPക്ക് പിന്തുണ. അപ്പം രാഷ്ട്രീയത്തിൽ എന്തു ചെയ്യാന്നല്ല എൻ്റെ അർത്ഥം. അതും 20,000 വോട്ടിന് തോൽക്കണം, ഞാൻ 10,000-ന് ജയിച്ചു അന്ന്. ഇപ്പോൾ സമസ്ത കേരള ജിഫ്രി തങ്ങളെ വിഭാഗം ലീഗുമായിട്ടുള്ള പണ്ട് ബന്ധം മുഴുവൻ വോട്ട് ഓൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. നിങ്ങൾ കിട്ടില്ല. ഇപ്പം മുഴുവൻ ആളുകളും ആ പിന്തുണ കൊടുക്കൂല. ഇപ്പോൾ പണ്ട് ലീഗിന്ന് പാണക്കാട്ടെന്ന് പ്രഖ്യാപിച്ചു പറഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങളെ എതിരില്ല. ഇന്നങ്ങനെ കിട്ടുമോ? പ്രഖ്യാപിച്ച അപ്പം മറുപടി പറയാൻ മുസ്ലിം വേറുണ്ട്. പറയാം കാലം മാറുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. LDF വികസനം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സത്യസന്ധത കൊണ്ടും അനുകൂല അഭിപ്രായം നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിലൊരു പരിധി വരെ വിജയിച്ച് നിൽക്കുകയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാതെ സാമുദായിക വികാരം ഉണ്ടാക്കിയിട്ടോ സമുദായത്തെ മാത്രം സ്നേഹിച്ച് ഞങ്ങൾ നാളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ വോട്ട് വാങ്ങുന്നില്ല, പിന്തുണ വാങ്ങുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം ചെയ്തതിന് മുമ്പ് തന്നെ അയാൾ നേതാവാണ്. DYFന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. DYFന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് പറയാൻ മകളെ കെട്ടണമെന്നില്ല. കെട്ടിയവരൊന്നും ഒക്കെ എല്ലാവരും മന്ത്രി ആയിട്ടുമില്ല. വേറെ എത്ര ആൾ കെട്ടിയവരും കെട്ടാത്തവരും ഒക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയാ, 4 ആൾ കൂടുമ്പോൾ പറയാല്ലാതെ ഇഫക്റ്റീവ് ആവില്ല. കേരള രാഷ്ട്രീയത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നേതാവ്, നർമ്മം കൊണ്ട് എന്നാൽ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വളരെ അപൂർവം നേതാവായ TK ഹംസ, മുൻ മന്ത്രി, MP, സർവോപരി CPMന്റെ മലപ്പുറം ജില്ലയിലെ തലമുതിർന്ന നേതാവ് TK ഹംസയ്ക്കാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. ഹംസക്ക, ഇപ്പോൾ ഈ ഇലക്ഷന് അങ്ങ് അടുത്ത് വരികയാണ്. മലപ്പുറത്തെ സാധ്യത ചോദിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ എങ്ങനെയുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സാധ്യത? കേരളത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ നമ്മുടെ രാജ്യം വളരുകയാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. കീഴ്പോട്ടല്ല. വിദ്യാഭ്യാസപരമായി, ചിന്താപരമായി പല രീതിയിലും ജനങ്ങൾ ഉയർന്നു വരികയാണ്. ഈ ഉയർന്നു വരുന്ന സമൂഹത്തിൻ്റെ മുമ്പിൽ സംതൃപ്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് വെക്കാൻ ആരുണ്ട് എന്നതാണ് അവരുടെ നോട്ടം. ആ കാഴ്ചപ്പാടിനനുസരിച്ച് അവർ വോട്ട് ചെയ്യാൻ കഴിവുള്ളവരാണിപ്പോൾ. പഴയ കാലത്തെ മാതിരി പ്രസംഗിച്ചും പ്രചരണം നടത്തിയും ഒരാളെയും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നാണ് എൻ്റെ അനുഭവം. ഞാൻ പ്രസംഗവും പ്രവർത്തനവും തുടങ്ങിയിട്ട് 72 കൊല്ലമായി. ഈ അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പ്രസംഗത്തിനൊന്നും പണ്ടത്തെ മാതിരിയുള്ള ഒരു സ്വാധീനം ജനങ്ങളിലില്ല. ഇപ്പോൾ ഓർക്കറിയ വിഷയങ്ങൾ, അതൊരു കർമ്മം നടത്തുന്ന മാതിരി നടത്തുക, മീറ്റിംഗ് വെക്കുക, ഒരാൾ ഉദ്ഘാടനം ചെയ്യുക, ഒരാൾ പ്രസംഗിക്കുക, മറ്റോ കേൾക്കുക, ഒക്കെ ഒരുപോലത്തെ. പണ്ടങ്ങനെയല്ല. പണ്ടൊരു നേതാവിൻ്റെ പ്രസംഗം ഉണ്ടെന്ന് കേട്ടാൽ ആവേശഭരിതരായിട്ട് ആളുകൾ തടിച്ചു കൂടി വലിയ സംഭവമാണ്. അതിൽ എന്തെങ്കിലും കിട്ടുന്നുള്ള ധാരണ ഇന്ന് അവർക്ക് തന്നെ വിവരമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കൊല്ലത്ര കഴിഞ്ഞു? 70-75 കൊല്ലമായില്ലേ. ഈ കാലത്തിൻ്റെ പുരോഗതി ജനങ്ങളെ വളർത്തിയിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് കേരളത്തിലെ കഴിഞ്ഞ കാല ഭരണത്തിലെ അനുഭവങ്ങളും ഈ 10 കൊല്ലമായി ഇടതുപക്ഷ മുന്നണി നടത്തിപ്പോരുന്ന മാറ്റങ്ങളും ജനങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ. ആ വിലയിരുത്തൽ ആലോചിക്കുമ്പോൾ ബുദ്ധിയുള്ള ആളുകൾ തീരുമാനിക്കും. ആ തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ തീരുമാനത്തെ മറുവശക്കാർ പലപ്പോഴും മറികടക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ. അവിഹിതമായ മുന്നണികൾ ഉണ്ടാക്കി വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചു. കോലീബി വരെ ഈ കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. അതും എന്നെ തോൽപ്പിക്കാനാണ്. 1991 ബേപ്പൂര് BJPന്റെ ഒരു അഖിലേന്ത്യാ നേതാവിനെ നിർത്തിയിട്ട് അയാളെ പാർട്ടിക്ക് സീറ്റാണ് കൊടുത്തു. എന്നിട്ട് കോൺഗ്രസും ലീഗും ഔദ്യോഗികമായിട്ട് പിന്തുണയ്ക്കുക.
ഇതിലും വലിയ അക്രമം വേറെന്താ? ഒരു സ്വതന്ത്രനെ നിർത്തി സ്വകാര്യമായി പിന്തുണച്ചാൽ നമുക്ക് മനസ്സിലാവും. മാധവൻകുട്ടി എന്ന മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു, BJPൻ്റെ അഖിലേന്ത്യാ നേതാക്കളിൽ ഒരാളാണ്. അയാളെയാണ് നിർത്തി. എന്നിട്ട് കോൺഗ്രസും ലീഗും പിന്തുണ, ലീഗ് BJPക്ക് പിന്തുണ. അപ്പോൾ രാഷ്ട്രീയത്തിൽ എന്തു ചെയ്യാന്നല്ല എൻ്റെ അർത്ഥം. അതും 20,000 വോട്ടിന് തോൽക്കേണ്ട ഞാൻ 10,000-ന് ജയിച്ചു. അന്ന് ജനങ്ങൾ അതിൽ വീഴുന്നില്ല എന്നല്ലേ എൻ്റെ അർത്ഥം. പക്ഷെ അറിയാതെ പലപ്പോഴും പലതും സംഭവിക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചില സ്ഥലത്ത് സ്വതന്ത്രമായ സ്വകാര്യമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി നമ്മളെ തോൽപ്പിക്കരുത്. ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയാണ്. ചില അവിഹിത ബന്ധത്തിൽ പാർലമെൻറ്റിൽ ചില സീറ്റൊക്കെ BJPക്ക് ഗുണം കിട്ടിയ കോൺഗ്രസിനല്ല. സത്യത്തിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച സ്ഥിതിക്ക് അതിന് നേതൃത്വം കൊടുക്കേണ്ടവരല്ലേ? അതേ കക്ഷികളുമായി അവർ മത്സരിക്കാൻ വരാൻ പാടുണ്ടോ? ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനെയും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കൂട്ടുപിടിച്ച് ഒരു ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തണ്ടേ? അത് ചെയ്യാത്തത് കോൺഗ്രസ്സാണല്ലോ, ഞങ്ങളല്ലല്ലോ. പഴയൊരു കോൺഗ്രസ്സുകാരെന്നുള്ള ലെവലിലേ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് എന്താ? ഞാൻ ആ കഥ ചരിത്രം പറഞ്ഞാൽ വല്ലാതെ നീണ്ടുപോകും. ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റിൽ നിന്ന് 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കോൺഗ്രസ് ആയത്. കുടുംബപരമായ സമ്മർദ്ദത്തിൻ്റെയും സാമുദായികമായ എതിർപ്പിൻ്റെയും കുടുങ്ങിയ ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി നിവൃത്തിയില്ലാതെ രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റായ കാലത്ത്. 52 മുതൽ 57 വരെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അവസാനം പാർട്ടിൻ്റെ അനുവാദത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നിർത്തി. ഈ എതിർപ്പുണ്ട്. അന്ന് ജന്മി മുതലാളിത്ത രാജവാഴ്ചയാണ്. അതിൽ ഒരു പ്രധാന കക്ഷിയാണ് എൻ്റെ കുടുംബം. അന്ന് ഈ മുസ്ലിം ന്യൂനപക്ഷ വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാകുന്ന വലിയ കാഫറാണ്. പിന്നെ തീർന്നു. അതിൻ്റെ പുറമെ ഈ ജന്മി മുതലാളിത്ത കക്ഷി എൻ്റെ കുടുംബമൊക്കെ ആയിപ്പെട്ടതാണ്. അവരൊക്കെ അത് അവസാനിപ്പിക്കണം എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുക. അപ്പോൾ ശക്തമായ ആക്രമണം വന്നപ്പോൾ പാർട്ടി എന്നെ വിട്ടു നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ വിട്ടു നിന്നാണ് ഞാൻ. അതിലിങ്ങനെ ഒരു രസകരമായ കാലഘട്ടത്തിൽ ഒരു പ്രസംഗ ചാതുരി അന്നേ ഉണ്ട്. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ചില പ്രസംഗക്കാർ എല്ലാ പാർട്ടിയിലും ഉണ്ട്. അവരോടൊക്കെ ബഹുമാനാണ്. അവരെവിടെ വന്നാലും ഞാൻ പോകും. അതെങ്ങനെയാ? അത് പ്രസംഗത്തിൽ എങ്ങനെ ഒരു പ്രത്യേക ശൈലി എങ്ങനെ? പ്രസംഗം, പാട്ട്, അഭിനയം ഇതൊക്കെ കലാപരമായ പ്രദർശനത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. കലാബോധമില്ലാത്ത ഒരാളെ പ്രസംഗിച്ച് സുന്ദരമാക്കിയെടുക്കാൻ കഴിയില്ല. കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് മാത്രം. മറ്റേ പ്രാസംഗികന്മാർക്ക് കലാപരമായിട്ട് പറയുന്ന ആളുകളെ അപ്രിസിയേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ കുട്ടിക്കാലം മുതൽക്ക് പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഈ ശൈലി ഒരു വ്യത്യസ്തമായ ശൈലിയാണ്. സ്വതന്ത്രമായ ശൈലി എന്നെ രൂപപ്പെടും. പക്ഷേ അത് ഓരോ സ്വതന്ത്ര ശൈലിയുള്ള നേതാക്കളെയും നമ്മൾ ഇഷ്ടപ്പെടും. ഇപ്പോൾ PP ഉമ്മർ കോയ ലളിതമായ ഭാഷയിൽ സുന്ദരമായ അവതരണം, ആവേശഭരിതനല്ല, പക്ഷേ ആ സുന്ദരമാണ് പ്രസംഗം. അതൊരു ശൈലിയാണ്. CH മുഹമ്മദ് കോയ പല കൊട്ടേഷൻ അവതരിപ്പിക്കുക, ശക്തിയായ പ്രസംഗം, ഭാഷയൊക്കെ അതൊരാവേശം വേറെ. ഇതിൻ്റെ ഇഷ്ടപ്പെട്ട പ്രാസംഗികനാണ്. മൂന്നാമത്തെ ആൾ CM സ്റ്റീഫൻ, കേരളത്തിലെ ഏറ്റവും നല്ല പ്രസംഗം. വേറെ ഒരു പ്രസംഗം എനിക്ക് ഇഷ്ടപ്പെട്ട് പനമ്പള്ളി ഗോവിന്ദമേനാണ്. അതിസുന്ദരമായ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ ശക്തമാണ്. ഇതൊക്കെ വല്ലാതെ സ്നേഹിച്ച് ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 57 തിരഞ്ഞെടുപ്പ് വന്നു. PP ഉമ്മർ കോയ മഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയായി. എൻ്റെ കുടുംബക്കാർക്ക് ഇന്നെ അതിൽ നിന്ന് മാറ്റണമെന്ന് ഉദ്ദേശമുണ്ട്. ഉമ്മർ കോയനെ കൂട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് സംസാരിച്ച് കെട്ടിപ്പിടിച്ച് എന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയി. അന്ന് എത്ര വയസ്സുണ്ട്? അന്ന് 57 20 വയസ്സ്. അതിൽ ഉമ്മർ കോയൻ്റെ കൂടെ കൂടി. പിന്നെ വണ്ടി കയറിയാ പിന്നെ പാർട്ടി ഒഴിവാക്കി. ആ വണ്ടി കയറി പോയി DCCയുടെ ഭാരവാഹിയായി. വെറുതെ ഇങ്ങനെ പോയി പിന്നെ പ്രസംഗമൊക്കെ അവിടെയായി. അങ്ങനെയാണ് ഞാൻ കോൺഗ്രസ് ആയത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മനസ്ഥിതിയോടുകൂടി 25 കൊല്ലം കോൺഗ്രസ്സിൽ നിന്നു. കോൺഗ്രസ് നമ്മളെ പരമാവധി ഉപയോഗിച്ചു. പക്ഷെ ഒരാനുകൂല്യം തന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആക്കൂല. കാരണം ഇവൻ വളർന്നാൽ വലുതാവും എന്നുള്ളൊരു തോന്നൽ അവർക്ക്.
അത് പണ്ടേ ഉണ്ട് കോൺഗ്രസിനകത്തിയ കാലുവാരലും നേതൃത്വത്തിനുള്ള കടിപിടിയും നേതാവാകാൻ സാധ്യത ഉള്ളവനെ പിന്നൊന്ന് കുത്തലും ഇത് പണ്ടേ ഉള്ളതാണ്, ഇന്നും ഇന്നലെയുള്ളതല്ല. ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുണ്ടാവുന്ന നേതാവ്? ആദ്യമേ പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ആ കുത്തിലേറ്റ ഒരാളെ ആണ് ആര്യാട് മുഹമ്മദ്, MP ഗംഗാധരൻ, ഇവർക്ക് സപ്പോർട്ട് കരുണാകരൻ. കോൺഗ്രസ് ആര്യാടും കോൺഗ്രസും കരുണാകരൻ കോൺഗ്രസും അവസാനം ഒന്നായി. ഞാൻ കരുണാകരൻ കോൺഗ്രസിന്റെ ഇന്ദിരാ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ഒന്നായപ്പോൾ ഗംഗാധരനും ആര്യാടനും യോജിച്ചു, ഞാൻ പുറത്തായി. പിന്നെ അവിടെ നിന്നിട്ട് കാര്യമല്ലോ, അങ്ങനെയാണ് ഇറങ്ങിയത്. ഇറങ്ങണം എന്നുള്ള മനസ്സിലായപ്പോൾ പാർട്ടിക്കാർ പറഞ്ഞു ഇങ്ങോട്ട് പോലും ഞങ്ങൾ പിന്തുണക്കും. ആരാ? പാലോളിയാണോ? പാലോളി സഖാവാണോ? അല്ലല്ല, അതൊക്കെ പിന്നെ ഞങ്ങൾ കോടതിയിൽ നിന്ന് ശ്രീധരൻ വക്കീലും ഞാനും ഒക്കെ ആലോചിച്ചുണ്ടാക്കിയതാണ്. ശ്രീധരൻ വക്കീലിന്റെ ജൂനിയറാണ്. അപ്പൊ ഞാനും ആളുമായിട്ട് സംസാരിച്ച് ഞങ്ങളെ വിളിച്ച ആളാണ് ആ വിവരം DC സെക്രട്ടറിക്ക് കൊടുത്തത്. അത് സെയ്താലിക്കുട്ടിയാണ്. ആള് പാലോളിയോട് പറഞ്ഞു, ഇമ്പിച്ച് അവനെ വിളിച്ച് എല്ലാം കൂടി അരമണിക്കൂർ കൊണ്ട് തീരുമാനമാക്കി. പിന്നെ എന്നെ വിളിച്ചു വന്നിട്ട് നിങ്ങൾ റെഡി ആവണം, ഞങ്ങൾ നിങ്ങളെ. അപ്പൊ അന്ന് ആദ്യകാലത്ത് വീട്ടുകാർക്കുണ്ടായിരുന്ന കുടുംബക്കാർക്കുണ്ടായിരുന്ന ആ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പാർട്ടി ആദ്യകാലത്ത് പാർട്ടിക്കാരനായതിൽ അത് ആ വിരോധം. കാരണം ഞാൻ പോയതും എൻ്റെ അനുഭവങ്ങളും ഒക്കെ പാർട്ടിക്ക് അറിയാം. അല്ല, ഞാൻ പറഞ്ഞ കുടുംബത്തിൽ പിന്നെ എനിക്കൊരു പ്രത്യേകത, ഞാൻ ഏത് പാർട്ടിയിൽ നിന്ന് പോന്നാലും അതിനെ കുറ്റം പറയുന്നില്ല. പാർട്ടി വിരുദ്ധനല്ല അന്നും ഞാൻ. ഇപ്പോഴും കോൺഗ്രസിനെ അങ്ങനെ വിമർശിക്കാത്ത ഒരാളാണ് ഞാൻ. അസംബ്ലിയിൽ CPM ആയിട്ട് 20 കൊല്ലം ഞാൻ ഇരുന്നില്ലേ, അതിശക്തമായൊരു വിമർശനം കോൺഗ്രസ് നേതാക്കളോടില്ലല്ലോ. ആശയപരമായി സംസാരിക്കുന്നതാക്കും അതൊന്നും ശരിയില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതായത് വ്യക്തിവിരോധമല്ല, ആക്രമണമില്ല. എൻ്റെ ചോദ്യം ഞാൻ ചോദിച്ചെന്താ വെച്ചാൽ, തിരിച്ച് വീണ്ടും കമ്മ്യൂണിസ്റ്റുകാരനായി വന്നപ്പോൾ കുടുംബത്തിലും മുസ്ലിം സമുദായത്തിലും ഉണ്ടായ പ്രതികരണം എന്താണ്? ആ കാലം മാറിയല്ലോ. പഴയ സമുദായ വിരോധവും മതാടിസ്ഥാനത്തിലെ രാഷ്ട്രീയത്തിന്റെ വേലിയേറ്റമൊക്കെ കാലം ഇങ്ങനെ ഇപ്പൊ തീരെ ഇല്ലല്ലോ. ആ ഒരു ജനറേഷൻ മാറ്റമൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ അന്നുണ്ടായിരുന്ന സമുദായ വിരോധവും കുടുംബ വിരോധവും പാർട്ടിയോട് പിന്നല്ല. ഞാൻ പാർട്ടിയിലായപ്പോൾ കുടുംബത്തിന്റെ ശക്തി കൊണ്ടല്ലേ ഞാൻ ജയിച്ച്. ഈ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ പതിറ്റാണ്ടുകളുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഹംസയ്ക്കുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തും മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ. മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊതുവികാരം ഇടതുപക്ഷത്തിന് എത്രത്തോളം അനുകൂലമാണ്? മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം വിഭാഗവും ഹിന്ദുവും എല്ലാ വിഭാഗത്തിലും പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ചലനങ്ങൾ നടക്കുന്ന ഒരു കാലമാണിപ്പോൾ. അവസരത്തിനൊത്ത് അഭിപ്രായങ്ങൾ പറയാമെന്നല്ലാതെ നിഷ്കൃഷ്ടമായ ഒറ്റ അഭിപ്രായം ആർക്കും ഇല്ല. ആരെവിടെ നിൽക്കും, എന്ത് ചെയ്യുമെന്നൊന്നും പറയാൻ സാധിക്കില്ല. അതാണ് യഥാർത്ഥം. ഞാൻ എൻ്റെ യഥാർത്ഥം പറയാം. ഇപ്പോൾ സമസ്ത കേരള ജിഫ്രി തങ്ങളെ വിഭാഗം ലീഗുമായിട്ടുള്ള പണ്ട് ബന്ധം മുഴുവൻ വോട്ട് കൊടുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കിട്ടില്ല. ഇപ്പം മുഴുവൻ ആളുകളും ആ പിന്തുണ കൊടുക്കൂല. ഈ സമസ്ത, സുന്നി, ജമാഅത്ത് അങ്ങനെ ഇവർക്കൊക്കെ ഈ പഴയ പോലെ തന്നെ ആ മുസ്ലിം സമുദായത്തിന്റെ അവർ പ്രായോഗികമായി ഓരോ കാലഘട്ടത്തിലും സ്വതന്ത്രമായ സമീപനം എടുക്കും, തീരുമാനമെടുക്കും, അങ്ങനെ പോകും. ഒരു വിഭാഗ നേതാവ് പറഞ്ഞു വെച്ചിട്ട് എല്ലാവരും അതുപോലെ ചെയ്തോളണമെന്നില്ല. അല്ല, മൈ ക്വസ്റ്റ്യൻ ഈസ്, എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ആ സ്വാധീനം മതവിഭാഗത്തിൽ ഇപ്പോഴും ഉണ്ടോ ഈ സമുദായ സംഘടനകൾ? സ്വാധീനം ഒരു പരിധി വരെ ഉണ്ട്. പഴയ മാതിരിയില്ല. പഴയ മാതിരി അങ്ങോട്ട് പ്രഖ്യാപിച്ചാൽ, ഇപ്പോൾ പണ്ട് ലീഗിൽ നിന്ന് പാണക്കാട്ടിൽ നിന്ന് പ്രഖ്യാപിച്ചു പറഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങളെ എതിരില്ല. ഇന്നങ്ങനെ കിട്ടുമോ? പ്രഖ്യാപിച്ചാൽ അപ്പം മറുപടി പറയാൻ മുസ്ലിം വേറുണ്ട്. ഇവിടെ കാലം മാറുന്നുണ്ട് എന്ന് ഞാൻ പറയണേ. അത് ലീഗിനും ബാധകമാണ്, BJPക്കും ബാധകമാണ്, സമസ്തക്കും ഒക്കെ ബാധകമാണ്. അത് എത്രത്തോളം ഈ LDFന് അനുകൂലമാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? LDF വികസനം കൊണ്ടും പ്രവർത്തനം കൊണ്ടും സത്യസന്ധത കൊണ്ടും അനുകൂല അഭിപ്രായം നേടിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. അതിലൊരു പരിധി വരെ വിജയിച്ച് നിൽക്കുകയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. സാമുദായിക വികാരം ഉണ്ടാക്കിയിട്ടോ സമുദായത്തെ മാത്രം സ്നേഹിച്ച് ഞങ്ങൾ നാളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ വോട്ട് വാങ്ങുന്നില്ല, പിന്തുണ വാങ്ങുന്നില്ല. പ്രശ്നങ്ങൾ
അവതരിപ്പിച്ചാൽ ശരിയാണെന്ന് തോന്നിയാൽ ശരിയാണ്, അതിനനുസരിച്ച് നിന്ന് കൊടുക്കും. ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പൊതുവായ ഒരു നരേറ്റീവ് ഉണ്ടായിരുന്നു. ഇതൊരു മുസ്ലിം പ്രീണന ഒരു സർക്കാരാണ് എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. അത് എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയില്ല. അത് എതിരാളികൾ നടത്തിയ ഒരു പ്രചരണം എന്നല്ലാതെ അതിനൊരു കഴമ്പില്ല, അതിനൊരു അടിസ്ഥാനമില്ല. അങ്ങനെ വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അത് പറയാം. അഴിമതി നടത്തിയെന്ന് പറയാൻ സാധിക്കുമോ? വർഗീയ കലാപണ്ട് ഇവിടെ എന്ന് പറയാൻ സാധിക്കുമോ? റേഷനറി കിട്ടണില്ല എന്ന് ആക്ഷേപമുണ്ടോ? ഒന്നും പറയാനില്ലല്ലോ. പെൻഷനാണ് ഈ പഴയതിൻ്റെ 10 ഇരട്ടിയപ്പോൾ കൊടുക്കുന്നത്, സുന്ദരമായിട്ട് 1-ാം തീയതി കൊണ്ടേ കൊടുക്കുക ഈ ക്ഷേമ പെൻഷൻ. പക്ഷെ അതിന് ഒരു കാര്യം, ഒരു പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിൽ ഏറ്റവും കൂടുതൽ മന്ത്രിമാര് മറ്റ് ഹൈന്ദവരാണെങ്കിൽ പോലും മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതാണ് ഒരു പക്ഷേ മുഹമ്മദ് റിയാസിനെ മന്ത്രിസഭയിൽ എടുത്തതായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടാനും അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാകാനും കാരണം. അങ്ങനെ ഒരു ബോധം ഉണ്ട് എന്ന് വന്നാലല്ലേ ഇപ്പം ഞാൻ അതിന് മറുപടി പറയേണ്ടതുള്ളൂ. അങ്ങനെ ഒരു ബോധമില്ല. മുഹമ്മദ് റിയാസ് മന്ത്രിയായത് എങ്ങനെയാന്നുള്ളത് എതിരാളികൾക്ക് പോലും അറിയാം. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം ചെയ്തതിന് മുമ്പ് തന്നെ അയാൾ നേതാവാണ്. ഡിവൈഎഫ്ഐന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഡിവൈഎഫിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കണം എന്ന് പറയാൻ മകളെ കെട്ടണമെന്നില്ല. കെട്ടിയവരൊന്നും എല്ലാവരും മന്ത്രി ആയിട്ടുമില്ല. വേറെ എത്ര ആൾ കെട്ടിയവരും കെട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയാ, 4 ആൾ കൂടുമ്പോൾ പറയാല്ലാതെ ഇഫക്റ്റീവ് ആവില്ല. ജനങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും വർഗീയ അപ്പോൾ ആ വർഗീയ കൂട്ടുകെട്ടാണ് ഇടതുപക്ഷ ഐക്യജനാധിപത്യ മുന്നണിക്കാർ SDPIനെ കൂട്ടിപ്പിടിച്ചു, ജമാഅത്തെ ഇസ്ലാമിനെ കൂട്ടി, കിട്ടാന്നിടത്തോളം കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള ആളുകളൊക്കെ കൂട്ടിപ്പിടിക്കുന്നത്. ആ മുന്നണിയിൽ ഞങ്ങളെ കുറച്ച് കീപ്പട്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ലേശം വ്യത്യാസം ഉണ്ടായല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പം ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയില്ല, അത് മറികടക്കാൻ ഞങ്ങൾ നോക്കും. മുസ്ലിം സമുദായത്തിൽ, അതായത് കൺവെൻഷനായി യാഥാസ്ഥിക മുസ്ലിങ്ങളുണ്ടല്ലോ, അവരിപ്പോഴും എത്രത്തോളം ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം വ്യാഖ്യാനിക്കുന്ന യാഥാസ്ഥിക മുസ്ലിമൊന്നും ഇപ്പല്ല. എല്ലാവരും വളരെയധികം മുന്നോട്ട് പോയി വളരെയധികം പഠിച്ചു മനസ്സിലാക്കി. പണ്ട് മതം പഠിച്ചവരല്ല, മത നേതാക്കളുടെ ആജ്ഞ അനുസരിച്ച് അനുവർത്തിച്ചു പോരുന്ന ആചാരപ്രിയന്മാരല്ലാതെ മതം ആർക്കും അറിയില്ല. ഇപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പൂർണ്ണമായി കഴിയുന്ന ഒരു കാലത്ത് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ ഒരു പൊതുബോധം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ലീഗിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല, തീരെ ഉണ്ടാവില്ല. ലീഗിന് ഇപ്പം എന്താണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരാൻ ലീഗിന് മന്ത്രിസ്ഥാനം ഉണ്ടാവും. അപ്പോൾ നമ്മളെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോയി നോക്കാം. ആ ഒരു ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധമല്ലാതെ സമുദായത്തിന് മതത്തിൻ്റെ പേരിൽ ഒരു ബന്ധമൊപ്പമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ലീഗിന് പണ്ട് 2 മന്ത്രികളെ 3 ആക്കി, പിന്നെ 4 ആക്കി, അവസാനം 5 ആക്കിയില്ലേ. 5-ാം മന്ത്രി അരി മഞ്ഞളാംകുഴി. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് കീപ്പെട്ട് പോകണോടത്തോളം ലീഗ് മേപ്പെട്ട് വരും. 6-ാം മന്ത്രി വാങ്ങുമ്പോൾ 6-ാം മന്ത്രിയാണോ ഉപമുഖ്യമന്ത്രിയാണോ? 6 മന്ത്രി മുഖ്യമന്ത്രി ഒക്കെ ചോദിക്കും. കാരണം ഇത് കോൺഗ്രസ് ഇങ്ങനെ കുറഞ്ഞ് വരികയാണല്ലോ, തമ്മിലടിച്ച് മാന്തി കീറി നശിക്കണമല്ലോ. അങ്ങനെ നശിക്കണം എന്നുള്ള അഭിപ്രായക്കാരല്ല ഞാൻ പ്രത്യേകിച്ചുമല്ല. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുന്നത് വരെ. കോൺഗ്രസ് നശിച്ചാൽ ഉണ്ടാവാൻ പോകുന്ന പെട്ടെന്ന് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. BJP വരുന്നല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. ഞങ്ങളെ കൊണ്ട് ഒറ്റക്കെപ്പാട് ഇന്ത്യ ഭരിക്കാൻ ഇപ്പോൾ കഴിവില്ല. ഈ 3-ാം ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ 3-ാം പിണറായി സർക്കാരിന്റെ സാധ്യതകൾ പ്രധാനമായിട്ടും വികസന പ്രവർത്തനങ്ങൾ, 2 ക്ഷേമ കാര്യങ്ങൾ, അതിനപ്പുറത്ത് എന്താണ് വേറെ ഉള്ളത് സാധ്യത? 3-ാം പിണറായി സർക്കാർ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ ഒരു സമുദായത്തിൻ്റെ പ്രശ്നങ്ങളിൽ പരിശോധിച്ചാൽ അവരെ എതിർക്കാനുള്ള ഒരു കാരണവുമില്ല. ഏത് വിഭാഗം നോക്കിയാലും അവർക്കൊക്കെ ഗുണം കിട്ടിയിട്ടുണ്ട്. അവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ മനസ്സാക്ഷിയുള്ളവരൊക്കെ ചെയ്യും. ഈ 7 പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഹംസയ്ക്ക്. പിണറായി വിജയൻ നേതാവിനെ വ്യക്തിപരമായിട്ട് എങ്ങനെ വിലയിരുത്തുന്നത്?
വ്യക്തിപരമായിട്ട് വളരെ സത്യസന്ധനും നേരായ മാർഗത്തിൽ പോകുന്ന ആളുമാണ്. ഇന്ന് വരെ അയാൾ ഒരു ആക്ഷേപത്തിൽ കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. പല ആരോപണങ്ങളും കെട്ടി നോക്കിയാലോ ഒന്നും ഭരിച്ചിട്ടില്ല. അയാൾ കണ്ട മാതിരി സത്യസന്ധമായിട്ടേ പോവുള്ളൂ, കണ്ടതേ പറയുള്ളൂ, പണിതെ കണിശമായിട്ട് പറയും. അതൊരു വാശിയാണോ ദുർവാശിയാണോ എന്ന് സംശയിക്കുന്നവരുണ്ട്. ഒരു വാശിയും ദുർവാശിയില്ല, കണിശമായി പറഞ്ഞേ നടപ്പാക്കുക, പറയുക, കഴിയുന്നത് പറയുക. അത് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ് പറഞ്ഞത്. അതിലാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വളഞ്ഞു വർത്താനം പറയുന്ന പണി പിണറായിക്കില്ല. ഞാൻ ടു ബി ഫ്രാങ്ക് നേരിട്ട് ചോദിക്കുകയാണ്, പിണറായി വിജയന്റെ പോസിറ്റീവ് എന്താ? പോസിറ്റീവ് അത് തന്നെയാണ്, ആ വ്യക്തിത്വം. ആ വ്യക്തിത്വം ഉണ്ടല്ലോ. പിണറായി ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണ്, നടക്കും എന്നുള്ളൊരു ധാരണ ഞങ്ങൾ പ്രവർത്തകർക്കൊക്കെ ഉണ്ട്, അത് നാട്ടുകാർക്കുണ്ട്. അതല്ലാതെ ഇപ്പം കരുണാകരൻ എൻ്റെ നേതാവായിരുന്നു പണ്ട്, എന്ത് പറഞ്ഞാലും അത് ശരിയാണോ എല്ലാം സംശയം നമ്മൾ കേൾക്കുന്നവർക്കുണ്ട്. ഒരു കള്ളത്തരം കേൾക്കുമ്പോൾ തന്നെ ആ നടക്കൊന്നുമില്ല, അതേപോലെ മൂപ്പരായി. ഈ ഒരു ധാരണ പിണറായിനെ പറ്റി ഉണ്ടാവില്ല. പിണറായി പറഞ്ഞേ തന്നെ, അതിൽ വിട്ടുവീഴ്ചയില്ല. അത് കണിശമായ ഒരു വാശിയാണ് ഒന്നും ചിത്രീകരിക്കരുത്. അങ്ങനെ പറയുന്നവരുണ്ട്, വാശി പിടിച്ചിട്ടുള്ള ഒരാളാണ്, അങ്ങനെയാണ് അങ്ങനെയല്ല. അല്ല, പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു വ്യക്തി എന്ന നിലയിൽ പോസിറ്റീവിനൊപ്പം തന്നെ പരിമിതികളും ന്യൂനതകളും ഉണ്ടല്ലോ. അങ്ങനെ ഇതിൽ ന്യൂനത തോന്നിയിട്ടുണ്ടോ, ഇതിൽ നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ പിണറായി വിജയനിൽ? ഒരു നെഗറ്റീവ് ഇതുവരെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല, പുറത്തുണ്ടായിട്ടില്ല. പിണറായി ആ പറയുന്നത് ഒരാളെ പറ്റിക്കാനാണെന്നുള്ളൊരു തോന്നൽ വരുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നണില്ല.